ജബ്ബാറേ എന്താടാ എന്താ ഇവിടെ വന്നിരിക്കണ? ഒന്നുമില്ല നീക്കി അവിടുന്ന്. ഞാനിപ്പോഴേ അമീർ പറഞ്ഞപ്പോഴാ എന്റെ പ്രശ്നം അറിഞ്ഞു. സത്യത്തിൽ എന്റെ പ്രശ്നം എന്താ? നാട്ടിൽ പോയപ്പോ നടന്ന് പറയാൻ നിൽക്കുക. കാര്യം പറയാം, എന്താ വിഷയം എന്താ? പൊന്നാര പ്രസിഡന്റ് സ്വന്തം പേരിൽ ബാറുള്ള ആളാ ഞാൻ. സ്വന്തം പേരിൽ ബാറാ? ജബ്ബാർ കോമഡിയാ, ഭയങ്കരനാണ്. എന്റെ പൊന്നാര പ്രസിഡന്റ്, എന്റെ ഭാര്യ എന്റെ വീട്ടിലെ വിഷയം നിങ്ങൾക്ക് അറിഞ്ഞല്ലേ? എന്റെ ഭാര്യയുടെ സ്വഭാവം പെണ്ണുങ്ങളായിട്ടുള്ള വിഷയം. പെണ്ണിനിട്ട് അത് സത്യമാണ്. കാരണം എന്താ വെച്ചാലേ നമ്മളെപ്പോഴും നമ്മളെ പുരുഷന്മാർക്ക് ഒരു സ്ഥാനം ഉണ്ടാവണം വീട്ടിൽ. നായക സ്ഥാനത്ത് എപ്പോഴും പുരുഷന്മാരുണ്ടാവണം. പെണ്ണുങ്ങളെ എപ്പോഴും നിലക്കി നിർത്തുക തന്നെയാണ്, നമ്മളെ താഴെ നിർത്തണം. ഒരു കുടുംബത്തിന്റെ തല പുരുഷനായിരിക്കണം. അപ്പൊ കഴുത്ത പെണ്ണ് എന്താ തല എങ്ങടെ തീരേണ്ടത്? കഴുത്തല തീരുമാനിക്കല് ചരക്കേണ്ട എന്റെ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞ അല്ലാന്ന് പ്രസിഡന്റ്. പിന്നെ നിങ്ങൾക്കറിയില്ലേ, എനിക്ക് ചെറുതായിട്ട് പണ്ട് സിനിമാ ഭ്രാന്ത് ഉണ്ടായിരുന്നാണല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പം? എനിക്കുണ്ടല്ലോ ഭ്രാന്ത്. എല്ലാവർക്കും അറിഞ്ഞ കാര്യമില്ല. അമീറെ കാര്യം പറയുമ്പോ അസ്ഥാനത്ത് ഒരു കോമഡി അടിക്കും. അല്ല, നിങ്ങൾ എന്റെ കാര്യം തീരുമാനിക്കാതെ നിങ്ങൾ കച്ചറ ഉണ്ടാക്കാം. എന്റെ കാര്യം പറയും. എന്താ കാര്യം? എന്താ പെണ്ണ് ഇപ്പൊ ഇന്നലെ രാത്രിനോട് കിടക്കുമ്പോ ചോദിക്കാണേ, നിങ്ങൾ ഏതൊരു സിനിമാ നടിമാര് വാതിലും മുട്ടിട്ടുണ്ടോ? സംശയം ഞാനാ വൃത്തിയുടെ പരിപാടിക്കൂല. അന്ന് പോയിട്ട് റൂമില് കോളിംഗ് ബെല്ല് അടിച്ചില്ലേ, ആ ജൂനിയർ ആർട്ടിസ്റ്റ് അന്ന് ഉണ്ടായിരുന്നോടൊപ്പം എന്റെ ഭാര്യ. അതാണ് എന്റെ സോയിലേക്കുള്ളൂ. അതിന്റെ ആവശ്യം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞിരിക്കുന്നു, പിടിച്ചിക്കാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു. ഈ കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്ന അപ്പൊ ഇന്നലെ പ്രശ്നം ഉണ്ടായതെന്നറിയോ? ഇന്നലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു നല്ല അടിപൊളി കറി ഉണ്ടാക്കി കൊടുന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ല അടിപൊളി സൂപ്പർ പുലിശ്ശേരി മോളെ ഒരു രക്ഷയില്ല എന്നിട്ട് ഞാൻ എന്നിട്ട് ഓളോട് പൊന്തിച്ച്. അതിലൊന്നൊക്കെ ആ ചോറ് നമ്മുടെ തള്ളക്കയിലില്ലേ, അതുകൊണ്ട് മണ്ടക്കിട്ടേ ഒറ്റ പടക്കി മോയിലൊക്കെ തൊട്ടേക്ക് അതെ കണ്ട. ഒരു പുളിശ്ശേരി മാത്രമായിട്ട് നന്നായിട്ടാ, നിങ്ങളെ തല മൊത്തം പോയായി. അല്ല, പുളിശ്ശേരി നന്നായി എന്ന് പറയുന്നതിന് എന്തിനാണോ തല്ലണ്ട ആവശ്യം? ഓള ഉണ്ടാക്കിയ പുളിശ്ശേരി അല്ല, ഓള ഉണ്ടാക്കിയ അടിച്ചതിനോട് പറയുന്നത് അവിലെ മനുഷ്യങ്ങൾക്ക് അവിലും പുളിശ്ശേരിയും കണ്ടാൽ തിരിച്ചറിയില്ല. വെറുതെ അല്ല കിട്ടിയത്. നിങ്ങളെ ടെക്നിക്കൊന്നും നിങ്ങളൊരു കാര്യം ചെയ്ത് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു പ്രസിഡന്റ്. എടാ, ഇതിനിപ്പോ എന്താ ഒരു മാർഗം ചെയ്യാ? സാധാരണ പെണ്ണുങ്ങൾക്ക് ഇതിപ്പോ കറി മാറിപ്പോയതല്ലേ ഇപ്പൊ ഇന്നത്തെ വിഷയം. ഞാൻ വിഷയത്തിൽ നിൽക്കണ്ട. വേറൊരു പണിയുണ്ട്. ഇന്ന് വീട്ടിൽ പോയിട്ടേ ഓള് ഭക്ഷണം കൊടുന്ന് വെച്ചുതരുമ്പോ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ, നല്ല കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് പുകഴ്ത്തുക. മോശം നമ്മള് കെറ്റി പറയാൻ പറ്റുക? മോശമാണെങ്കിലും പറയാ. അതെ. അപ്പൊ എന്താ പുകഴ്ത്തി പറഞ്ഞ ഏത് പെണ്ണും വീഴും. മുത്തേച്ച് ഉണ്ടാക്കിയെന്ന് അടിപൊളിയായി സ്വത്തേ പൊന്നെ ഈ ഭയങ്കര കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി വെക്കുക. എന്നാലും മതി. അപ്പൊ എന്താണ് ആ പ്രശ്നം അതോടെ സോൾവ് ആവും. ഉറപ്പാണ് ഞാനാ പറയണത്. കുറെ നേരം അതിന്റെ പിന്നാലെ നടക്കണോണ്ട് എനിക്കിട്ട് അതിപ്പോ ജിന്നെ ആക്കാൻ വേണ്ടി പറയണല്ലേ. ഇതാണ് കൂടെ കൊണ്ടടക്കണം. എന്നെ പറഞ്ഞാൽ മതി. എന്തായാലും ഇത് വീട്ടിൽ പോയി ഞാൻ രാത്രി പെരെ പോയിട്ട് ഭക്ഷണത്തെ പറ്റി പുകഴ്ത്തി പുകഴ്ത്തി അങ്ങോട്ട് പറഞ്ഞാണ്ട് കൊല്ല എന്നെ. അടിപൊളിയാണ്. ഞങ്ങൾ ഒരു ചായം കുടിച്ചിട്ട് ഞാൻ തിരിച്ചു. എനിക്ക് ഈ പ്രശ്നം ഉണ്ട് ഇപ്പം വന്ന് പറഞ്ഞപ്പോ അല്ലേ ഞാൻ വന്നത്. ചുരുങ്ങത് 5000 നോട്ടീസ് അടിച്ചിട്ടുണ്ടാവും എന്റെ വിഷയം വെച്ച്. അതിൽ ഈ ഒരു സംശയം കരുതണ്ട. കച്ചവടമാക്കുന്നൊക്കെ അപ്പൊ ഇന്ന് പറഞ്ഞ ചെയ്താൽ മതിയല്ലേ? അത് മതിന്ന് വിട്ടുവിട്. പ്രസിഡന്റ് കുഴപ്പമുണ്ടാവില്ലല്ലോ? ഒരു കുഴപ്പമുണ്ടാവില്ല. ഭാര്യനെ അടിപൊളിയായിട്ടാണ് പുകഴ്ത്തി വെച്ചോ. ഞാനേറ്റാ എന്താ പെണ്ണിന്റെ ഒരു പവറൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ച് ഇല്ലായി. പത്തുവോ പൊട്ടെടുത്തോ എന്റെ മുത്തമണിക്കാക്ക് എത്തി മോളെ അങ്ങോട്ട് കൊണ്ടാ. വേണ്ട കറി വെക്കണ്ട. ആ കറിയോടെ കൊടുന്ന് വെച്ചപ്പോ അതിന്റെ സ്മെല്ല് കേട്ടാൽ അറിയാം അതിന്റെ ഒരു എന്ത് രസമുള്ള മണാണ്. എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒരു മിനിറ്റ്. എന്റെ മുത്തുമണിയെ ആഹാ, നല്ല ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ച് മറവിട്ട് എന്തൊരു ഒരു ഉരുള വരുത്തട്ടടി. ഒറ്റ ഉരുള. എനിക്ക് തീറ്റിപ്പിക്കലാണ് ഇഷ്ടം, തീന്നെ വലിയ ഇഷ്ടമല്ല, എനിക്കറിയാം. എന്ത് രസം. എൻ്റെ പൊന്നോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹയർ എന്താണെന്ന് പറയാൻ എനിക്ക് അന്നെപ്പോഴത്തെ ഒരു പെണ്ണിനെ കിട്ടി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഹയർ.
ഇതുപോലെ രുചിയുള്ള ഭക്ഷണം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു മുത്തുമണിനെ ലോകത്ത് എവിടെ നിന്നാ കിട്ടുക? എന്തോടി എന്റെ കൈപുണ്യം. ഏറ്റവും വലിയ പരാജയം എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങളുടെ തലയിലായത്. അതാ എന്റെ ഏറ്റവും വലിയ പരാജയം. അഞ്ച് തമാശ പറയലടി. എന്തിനത്തോടെ അടിപൊളി. എന്റെ മുത്തുമണി, ഇതാണ് ഒരു പെണ്ണിന്റെ കൈപുണ്യം എന്ന് പറഞ്ഞത്. സമ്മതിച്ചടി മുത്തേ. ഐ ലവ് യു സോ മച്ച്. എന്താപ്പ ജബ്ബാറെ ഈ കാണുന്നതൊക്കെ? ഞാൻ മരിച്ചിട്ടില്ല. മോത്തൊക്കെ ആകെ പാണ്ടും ചുട്ടായിരിക്കണല്ലോ. എന്നാലും നമ്മൾ വിചാരിച്ചത്ര പരിക്കില്ല. എത്ര വിചാരിച്ചത്? അല്ല അങ്ങനെയല്ല, അത് കൊടുക്ക്. ഇതെന്താന്ന് മനസ്സിലായ? ആ നമ്മക്ക് പോവാ. അല്ല അങ്ങനെ പറഞ്ഞാലും പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ കെടുക്കല്ലേ. അപ്പൊ നമ്മൾ ഇട്ടിട്ട് പോണത് ശരിയല്ല. അത് ജോനണ്ട് കൊടുക്ക്. കുടിച്ചോ. എടാ അതിനിപ്പോ പറ്റില്ല, അതിവിടെ ഇരിക്കട്ടെ. പിന്നെ അല്ല എന്തെപ്പ ഉണ്ടായി? ആ പുകഴ്ത്തി പറഞ്ഞ പോരാ. അതിനിപ്പോ എന്തിനാണ് തല്ലണ്ട ആവശ്യം? അക്രമം ഉണ്ടാക്കണം എന്തിനാണ്? പറഞ്ഞ അന്ന് രാത്രി വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാൻ ഗ്യാസ് തീർന്നിരുന്നു. അങ്ങോട്ട് നോക്കായോ? ഞങ്ങളോട് വരാമോ? നിങ്ങൾ തിരിയാൻ വയ്യ. അല്ല നിങ്ങൾ ഇവിടെ ഒരു പോക്ക് നിങ്ങൾ തിരിഞ്ഞു പറയാൻ വയ്യ. ഗ്യാസ് തരുന്നത്. അപ്പൊ അടുത്തുള്ള വീട്ടില് ഒരു പെണ്ണുണ്ടല്ലോ, പണ്ട് ഓള് എന്നിട്ട് സംശയം എന്താണ്? ഏതാ പെണ്ണേതാ? പഞ്ചമില്ല, അപ്പുറത്ത് ആ പഞ്ചമി. അതിനായിട്ട് നമുക്കൊരു ലൈൻ സെറ്റപ്പ് ഉണ്ട് പറഞ്ഞിട്ട് പണ്ട് ഒരു പക്ഷേ ഉണ്ടായി. ഞാനാണ് ഭക്ഷണം നല്ലതാ ഞാൻ പറഞ്ഞു. നല്ല ഭക്ഷണം പറഞ്ഞു. ആരോട്? എന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞു നല്ല ഭക്ഷണം പറയണേൽ ഇപ്പൊ ഒരു തെറ്റില്ല. അന്ന് പെരയില് ഗ്യാസില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി. അപ്പൊ പിന്നെ ഫുഡ് എവിടുന്ന കിട്ടിയത്? പഞ്ചമി കൊടുന്നു കൊടുത്താ. ശരി, പഞ്ചമി ഉണ്ടാക്കിയ ഭക്ഷണമാണ് അത് ഇവിടെ കൊടുന്നു കൊടുത്ത്. ഇത് നന്നായി ഉണ്ട് എന്ന് പറഞ്ഞു. നന്നായി ഉണ്ട് പറഞ്ഞ എന്തിനാ തല്ലണേ? നന്നായിട്ടെന്ന് മാത്രല്ല, ഉണ്ടാക്കിയ കൈ നല്ല കൈയെന്ന് പറഞ്ഞോട് കൂടിയാ പറഞ്ഞതൊക്കെ ഓർമ്മ. ഈ ജീവൻ ബാക്കിയായത് എന്റെ എന്തോ കിണറ് പോലത്തെ ഒരു കപ്പ്, കിണറ് പോലത്തെ ഒരു കപ്പിൽ നിറച്ച് കിഴങ്ങല്ല, പറഞ്ഞാണ്. കിണറ് പോലത്തെ ഇത്ര വലിയ കപ്പ്. ആ കപ്പ് കൊണ്ട് താങ്ങിയത് തള്ള അടിച്ച് ഒറ്റ പൊട്ടി പിന്നെ ചുമരും വെച്ച് തള്ളൊരു തേക്കല്. ഇതിപ്പോ ആകെ കോൽക്കളി കഴിഞ്ഞ നിലമാതിരി ആയല്ലോ. എന്താ ചെയ്യാ? അല്ലല്ല, എന്തായാലും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി. ഭാര്യയുടെ അടുത്ത് തല്ലും കിട്ടി. വല്ലവരും വെച്ചുണ്ടാക്കിയ വല്ല പെണ്ണുങ്ങളും വെച്ചുണ്ടാക്കിയ ഫുഡിന് ഈ നല്ലതാണ്, കൈപ്പുണ്യം നന്നൊക്കെ പറഞ്ഞാൽ ഏത് പെണ്ണായാലും തല്ലും. ഏതായാലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഭാര്യനായിട്ട് തെറ്റി. ഇനിയിപ്പോ എന്തായാലും ആ ഭാര്യയുടെ തെറ്റൊക്കെ ഒന്ന് പരിഹരിച്ചിട്ടൊന്ന് രമ്യതയിലെത്താൻ എന്റെ അടുത്ത് വേറൊരു ഐഡിയ. അതാണ് വിചാരിച്ചിട്ട് നിങ്ങളൊരു കയ്യകല തന്നോളി. എന്താ പറ്റുന്ന അറിയില്ല, മാറിക്കോളി. ഒരു ഐഡിയ വേണ്ട, നിങ്ങളെ പോയി തന്നാ മതി. അതെ, നമുക്ക് പട്ടിണി എടുത്താലും ജീവിക്കാം. ഓൻ വൈക്കണ മാതിരി നമ്മളെ തല്ലുന്നാ പറയണ പോവാ. അതെ, ചില നിർണായക ഘട്ടത്തില് അങ്ങനെ പോകേണ്ടി വരും. ഇത് വന്ന അതെ, ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാണ്. പോരെ പോയ ഒറ്റകള് മകളെ